37 വർഷം മുമ്പ് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് എന്ന സ്ഥലത്തുള്ള പുഴയിൽ നിന്നും ഒരു മൃതദേഹം ലഭിച്ചു. ഒരു പുരുഷന്റെ തലയില്ലാത്ത മൃതദേഹമായിരുന്നു അത്. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ്റെതാണ് മൃതദേഹം. മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് തല ഛേദിച്ചിരിക്കുന്നു. വയറിൽ നെടുകെയുള്ള മുറിവിലൂടെ കുടൽ പുറത്തു ചാടിയിരിക്കുന്നു. ബനിയനും അടിവസ്ത്രവും മാത്രമാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത്. ശരീരത്തിൽ വേറെ മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ഇല്ല. ഇത്രയും കാര്യങ്ങൾ വെച്ച് മാത്രം എങ്ങനെ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയും? എങ്ങനെ കൊലപാതകയെ കണ്ടെത്തി? ഈ ഘട്ടത്തിലാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയപ്പെടുന്ന സംഗതി ഇവിടെയും സംഭവിക്കുന്നത്. അടുത്ത കടവിൽ തല പൊന്തി, തല ഉടലുമായി ചേർത്ത് വെച്ചു, മുറിവുകൾ കൃത്യമായി യോജിച്ചു. പക്ഷെ തലയിൽ നിന്ന് ആളെ തിരിച്ചറിയുക പ്രയാസമാണ്. മുഖം വികൃതമാണ്, ചർമ്മം അഴുകി അടർന്നു പോയിരിക്കുന്നു, കണ്ണുകളും നാവും ചേർത്തിരിക്കുന്നു. തല കിട്ടിയിട്ടും പ്രതിസന്ധി. അടുത്തത് പോസ്റ്റ്മോർട്ടമാണ്. പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും തല അറുത്തിരിക്കുന്നതും വയറ് കീറിയിരിക്കുന്നതും കൊന്നതിന് ശേഷമാണെന്ന് മനസ്സിലായി. തലയിലോ ഉടലിലോ മാരകമായ മുറിവുകളൊന്നും തന്നെയില്ല. ആന്തരികാവയവങ്ങളിൽ ശ്വാസം മുട്ടി മരിച്ചതിന്റെ ലക്ഷണമാണുള്ളത്. അതായത് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ആളെ തിരിച്ചറിയാതിരിക്കാൻ മുഖം വികൃതമാക്കി തലയറുത്തു. അതിനുശേഷം ഉടല് പൊന്തി വരാതിരിക്കാൻ വയർ കീറി, എന്നിട്ട് ഇവ രണ്ടും ആറ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ഇരിക്കെ പത്രത്തിൽ ഒരു പരസ്യം ഹരിപ്പാട്ടുകാരനായ സോമൻ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ കാണുവാനിരുന്നു. സോമന്റെ ബന്ധുക്കളെ വിളിച്ച് മൃതദേഹം കാണിച്ചു. പക്ഷെ അവർക്ക് മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, താൻ എറണാകുളത്ത് ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സോമന്റെ കത്ത് സോമന്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൃതദേഹം സോമന്റെ അല്ല, പിന്നെ ആരുടേതാണ്? അങ്ങനെ ഇരിക്കെ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കുകയാണ്. പോലീസ് പെട്രോളിന് പോകുന്ന ബോട്ടിന്റെ ഓപ്പറേറ്റർ മോഹൻ മദ്യപിച്ചപ്പോൾ ഒരു രഹസ്യം വെളിപ്പെടുത്തി. രാമഗിരി SI സുഗതനും മോഹനും ചേർന്ന് പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം ബോട്ടിൽ കയറ്റിക്കൊണ്ടുപോയി തലയറുത്ത് വയറ് കീറി ആറ്റിൽ തള്ളിയെന്ന്. മോഹന്റെ മൊഴി വിശ്വസിച്ചാല് SI സുഗതൻ ഒരാളെ കൊന്നിട്ടുണ്ട്. പക്ഷെ അതാരാണ്? സോമനാണോ? പക്ഷേ മൃതദേഹം സോമന്റേതാണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് പോകുന്നത്. ക്രൈംബ്രാഞ്ച് കൊല്ലപ്പെട്ടത് സോമനാണെന്നും കൊന്നത് SI സുഗതനാണെന്നും തെളിയിച്ചു. എങ്ങനെ? DNA മാച്ചിങ് അല്ല. കാരണം വർഷം 1987 ആണ്. അന്ന് ഈ DNA മാച്ചിങ് ഒന്നും തന്നെ ഇല്ല. പിന്നെ എങ്ങനെ? ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ. ഇതിനായി ആദ്യം തലയോട്ടി വൃത്തിയാക്കി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും. ശേഷം സംശയിക്കുന്നയാളുടെ ഫോട്ടോ എടുത്ത് യഥാർത്ഥ മുഖത്തിന്റെ അത്രയും വലുപ്പത്തിലാക്കും. തുടർന്ന് ഇരു ചിത്രങ്ങളും ചേർത്ത് വയ്ക്കും. തലയോട്ടിയും മുഖവും കൃത്യമായി ചേർന്നാൽ കൊല്ലപ്പെട്ടത് സംശയിക്കുന്നയാൾ തന്നെയെന്ന് ഉറപ്പിക്കാം. അങ്ങനെ കൊല്ലപ്പെട്ടത് സോമൻ തന്നെയാണെന്ന് തെളിയിച്ചു. സൂപ്പർ ഇമ്പോസിഷൻ തെളിവ്: ബോട്ട് ഓപ്പറേറ്റർ മോഹന്റെയും ബോട്ട് ഡ്രൈവർ പ്രസന്നന്റെയും മൊഴി, ആറ്റിൽ എറിഞ്ഞു കളഞ്ഞ സോമന്റെ ബൈഗ്, സോമനെ ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടവരുടെ സാക്ഷിമൊഴികൾ. തെളിവുകൾ അക്കമിട്ട് നിരത്തിയതോടെ SI സുഗതന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സുഗതൻ കുറ്റം സമ്മതിച്ചു. SI സുഗതന്റെ പങ്കാളി കൃഷ്ണകുമാരിയുടെ മുൻകാല സുഹൃത്തായിരുന്നു ഈ സോമൻ. ഇരുവരും തമ്മിൽ ഇപ്പോഴും ബന്ധം തുടരുന്നുണ്ടോ എന്ന് SI സുഗതന് സംശയം. അതുകൊണ്ട് അയാള് സോമനെ ഒരു ദിവസം രാത്രി ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം സോമൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ എറണാകുളത്ത് നിന്നും സോമന്റെ ഭാര്യയ്ക്ക് കത്തയക്കുകയും ചെയ്തു. കോടതി SI സുഗതനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. നോക്കൂ, എത്ര വിദഗ്ധമായിട്ടാണ് SI സുഗതൻ പ്രവർത്തിച്ചത്. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേസ് നിലനിൽക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് മുഖം വികൃതമാക്കിയതും തലയാർത്തതും വയർ കീറിയതും അവ ആറ്റിലെറിഞ്ഞതും സോമന്റെ ഭാര്യയ്ക്ക് കത്തയച്ചത്. ശരിക്കും ആ തല കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കേസിന്റെ ഗതി എന്താകുമായിരുന്നു?